ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഒരു കൊഞ്ച് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിതാ കൊഞ്ചെടുത്തിട്ടുണ്ട് ഗായ്സ്. 100 രൂപയുടെ കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ച് 2-3 വലുതും ബാക്കിയൊക്കെ ഒരു കുഞ്ഞു മീഡിയം സൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊഞ്ചൊക്കെ വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുക്കുമ്പോൾ ഇത്ര മാത്രമേ കിട്ടുള്ളൂ ഗായ്സ്. ഇത് അല്ലാണ്ട് ഒരുപാടുള്ളത് പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കൊഞ്ച് നമുക്ക് അടിപൊളിയായിട്ട് രുചികരമായ രീതിയിൽ വളരെ ഈസി ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതിനായിട്ട് ഞാൻ മീൻ കറി വെക്കുന്ന നമ്മുടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മീൻ വയ്ക്കുന്ന മൺചട്ടിയിലൊക്കെ നമ്മൾ മീൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റും കിടിലനായിരിക്കും നമ്മുടെ മീൻ കറി എപ്പോഴും കഴിക്കാൻ. അപ്പോൾ ഇതാ മൺചട്ടി എടുത്ത് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലെ വെള്ളം ഒന്ന് ഈർപ്പൊക്കെ മാറിപ്പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്താണ് പറയുന്നത് ഈ മീനിനെ? ഞങ്ങളുടെ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ കൊഞ്ചെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ചെറിയ ഉള്ളിയും ആഡാക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ ഞാനിന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള വെച്ചൊന്നും പറഞ്ഞും കൊണ്ടും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. എന്നാലും ചെറിയ ഉള്ളിയാകുമ്പോൾ ചെറിയൊരു മണവും കാര്യങ്ങളൊക്കെ കിട്ടും. കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ചെറിയ സൈസിന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വേഗം തന്നെ അത് കളറൊക്കെ മാറി കിട്ടിക്കോളും കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇട്ട് ഇളക്കി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഇതിനെ നമ്മൾ എന്താ പറയണേ, ചെമ്മീൻ എന്നൊക്കെ പറയും കേട്ടോ. വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഇതിൻ്റെ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു പകുതി തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. പകുതി തക്കാളി കൂടി നമുക്ക് ആഡാക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ സമയം നോക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് കുക്കിംഗ് ഒന്നും അറിഞ്ഞുകൂടാത്ത തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വരെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ. വളരെ എളുപ്പമാണ്, അതേസമയം ടേസ്റ്റൊക്കെ വളരെ അപാരവുമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കറി വെച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. സിമ്പിളാണ് സംഭവം, പക്ഷേ ടേസ്റ്റ് അപാരമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും കൂടെ അങ്ങനെ ഇങ്ങനെ ചിക്കി വരണ്ട് വരുന്നുണ്ട് ഗൈസ്. ഈ സമയത്തോടെ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും ഒരു നിറത്തിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ആഡാക്കി കൊടുക്കാം. വഴറ്റി എടുക്കാം. തീയൊക്കെ മീഡിയം ഫ്ലെയിമിലിടുക കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വരട്ടെ, അടിപൊളി ആവട്ടെ കേട്ടോ. ലൈക്ക് ചെയ്ത കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. എരിവ് മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ എരിവിനും അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കറിയാമല്ലോ എത്ര വേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ എൻ്റെ ഇവിടെയുള്ള ഞങ്ങളുടെ പിന്നെ ഇടുന്ന എരിവിനനുസരിച്ച് വന്ന് ഞാൻ ഈ ഒരു കണക്ക് പറഞ്ഞു കേട്ടോ. 2 സ്പൂണ് ഞങ്ങളിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ഒരു കപ്പ് ചൂടുവെള്ളം ഒന്ന് കേട്ടോ, ഇളം ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ നമുക്ക് തീക്കൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിനി അരപ്പ് തയ്യാറാക്കാനായിട്ട് നമുക്ക് തേങ്ങ വേണം. അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ നമ്മൾ മുളക് പൊടിയൊക്കെ അതിലിട്ടതുകൊണ്ട് ഈ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. തേങ്ങ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഒരു പീസ് ഇഞ്ചിയും അതേപോലെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡാക്കി കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മളത് അതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയിലാണ് നമ്മൾ ഈ കറി വെക്കുന്നത്. അപ്പോൾ കുടംപുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കുതിരാനും അതിലുള്ള പൊടിയും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മളെടുത്ത് ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചേക്കണ അരപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ കറിയുടെ ഗ്രേവി. അപ്പം നമ്മളിതിന് എന്ത് ചെയ്യണം, നല്ലതുപോലെ തിളപ്പിക്കണം കേട്ടോ. തിളപ്പിച്ച് ഇതൊന്ന് കുറുകി വരണം. അപ്പം നമ്മൾ ഒരു 3 പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വേഗം തന്നെ നല്ലതുപോലെ തിള വന്നോളൂ കേട്ടോ.
തിളച്ചൊന്ന് കുറുകിയ പരുവത്തിനാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ കൊഞ്ചൊക്കെ വേവാൻ അധികം സമയമൊന്നും വേണ്ട, ഒരു 7-8 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ കൊഞ്ച് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളത്തിൽ ആ കൊഞ്ചിനൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് കൊഞ്ചെല്ലാം കൂടി അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ നമ്മളിങ്ങനെ ചാറ് ആദ്യമേ തന്നെ അതിൻ്റെ കറി ആദ്യമേ തന്നെ നമ്മൾ കുറുകി ആയ പരുവത്തിന് കുറുക്കി എടുത്തതിന് ശേഷം നമ്മൾ കൊഞ്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കൊഞ്ച് വെന്ത് വരുമ്പോൾ കറക്റ്റ് പരുവത്തിനുള്ള ചാറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ല, അത് കുറുകി നല്ല തിക്നെസ്സുള്ള കറിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീനില്ലാണ്ട് വേണമെങ്കിൽ മീൻ കറി വയ്ക്കാമെന്നൊക്കെ പറയത്തില്ലേ, ഇത് നമ്മൾ ഇതിൽ മീൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് മീനില്ലാത്ത മീൻ കറിയാവും കേട്ടോ. മീൻ കറിയുടെ സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും, നല്ല രുചിയുണ്ടാവും കേട്ടോ കഴിക്കാൻ. മീനില്ല പക്ഷേ കാണാൻ മീൻ കറിയാണ്, ആ ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി ചാറ് കുറുകി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് കൊഞ്ചിനെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം കൊഞ്ച് അതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ചുവന്ന കൊഞ്ചാന്നേ. ഇത് വെന്ത് വരുമ്പോഴും നല്ലൊരു ചുവപ്പ് കളറാവും കേട്ടോ. നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടിട്ട് അങ്ങോട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ, മീനൊക്കെ കയറി അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി ഒരു 5-6 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് കുറുക്കി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് മീൻ കറി റെഡിയായി. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വീണ്ടും നല്ലതുപോലെ തിളച്ച് അതിൻ്റെ അടിപൊളി ടേസ്റ്റൊക്കെ അതിലിറങ്ങി, നമ്മുടെ കുടംപുളിയുടെ ടേസ്റ്റ് എല്ലാം ഇറങ്ങി നമ്മുടെ മീനിലൊക്കെ പിടിച്ച് നല്ല കിടുക്കൻ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, നമ്മുടെ മീൻ കറി ഇതാ റെഡിയായി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമായ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ലവ് യു ഓൾ.